പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കുള്ള ഒരു ചെറിയ സ്പേസിൽ നമ്മളൊരു പുൽക്കൂട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വർഷം പുൽക്കൂട് സെറ്റ് ചെയ്തൊരു ഏരിയ ആണ്. അതിൻ്റെ ബേസ് ഇതാണ്. ഈ ഒരു ഏരിയയിൽ തന്നെ ഒരു മലയും കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഈ മുന്തിരിവള്ളികളൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്ത് പുതുതായിട്ടൊന്ന് പുൽക്കൂടിനൊന്ന് റിക്രിയേറ്റ് ചെയ്യുന്നു. നമുക്കപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ചാക്ക് ഉപയോഗിച്ചാണ് ഞാനിവിടെ ഒരു മല സെറ്റ് ചെയ്തിരിക്കുന്നത്. വെയിറ്റ് വളരെയധികം കുറയ്ക്കാൻ വേണ്ടിയിട്ട് തൊണ്ടുകളും കുപ്പികളും അങ്ങനെ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ ഒരു ഉയർച്ച കൊണ്ടുവന്നത്. അതിനുശേഷം അതിനെ ചാക്ക് ഉപയോഗിച്ച് മറച്ചു. ഇനി നമ്മുടെ ഈ ഒരു മലകൾക്കൊക്കെ കുറച്ചുകൂടെ റിയാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സിമൻറ്റിനെ നന്നായിട്ട് കലക്കി വെള്ളം പോലെ കലക്കി ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കൊണ്ട് നമുക്കിതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മാക്സിമം നന്നായിട്ട് തന്നെ വെള്ളം ഉപയോഗിച്ച് നമ്മൾ സിമൻറ്റ് കലക്കുന്നു. ഇങ്ങനെ കലക്കിയെടുത്ത സിമൻറ്റ് നമുക്ക് രണ്ട് തരത്തിൽ നമ്മുടെ ഈ ചാക്കിലേക്ക് അപ്ലൈ ചെയ്യാം. വളരെ ചെറിയ തോതിലായിട്ട് അപ്ലൈ ചെയ്തും പോകാം, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ചാക്കൊന്ന് നനച്ചതിന് ശേഷവും ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്യുകയാണെങ്കിലും ബെറ്ററാണ്. നമ്മൾ ചാക്ക് നനച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചാക്ക് നനയ്ക്കാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മലയുടെ ഫസ്റ്റ് ലെയർ ഇതേ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അടുത്ത് 1-2 ലെയർ കൂടെ ചെയ്യേണ്ടതുണ്ട്. അടുത്ത ലെയർ ചെയ്യുമ്പോഴും നമുക്കിതേ സിമൻറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി. അതിനടുത്ത ലെയർ ചെയ്യുമ്പോഴത്തേക്കും സിമൻറ്റിൻ്റെ കൂടെ തന്നെ കുറച്ച് പാറപ്പൊടിയോ അല്ലെങ്കിൽ മണലോ കൂടെ ഉപയോഗിച്ചാൽ നന്നായിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മലയുടെ ഫീല് തന്നെ കിട്ടും. അപ്പോൾ ബാക്കി നമുക്കിത് ഡ്രൈ ആയതിനു ശേഷം ചെയ്യാം. ഇപ്പോൾ നമ്മൾ സിമൻറ്റ് ചെയ്തതിന് ശേഷമുള്ള ആദ്യ ദിവസമാണ്. നമ്മുടെ സിമൻറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. പക്ഷേ നമുക്കിത് പോരാ, ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഹാർഡായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ലെയർ കൂടെ ആഡ് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ഒരു മലയൊക്കെ നന്നായിട്ട് തന്നെ നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്ട്രക്ചർ ദൂരം നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ സിമൻറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഴയൊരു കൂരയാണ് നമ്മൾ ഈ ഒരു പുൽക്കൂടത്തേക്ക് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റോൺസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ ഒരു പുഴയൊക്കെ വരുന്നതായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സിമൻറ്റിൻ്റെ ഒരു ലെയർ കൂടെ സിമൻറ്റും പാറപ്പൊടി കൂടെ മിക്സ് ചെയ്തൊരു ലെയർ കൂടെ ചെയ്യണം. അതിനുശേഷം നമുക്ക് ബാക്കി വർക്കുകൾ കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ ഒഴുകി വരുന്ന വെള്ളം നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോണ്ട് പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കമ്പിയൊക്കെ വളച്ച് സെറ്റ് ചെയ്തു. അതിലെ കമ്പിയിൽ നമ്മൾ കൃത്യമായിട്ട് സിമൻറ്റ് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവറിനകത്തേക്ക് സിമൻറ്റ് മിക്സ് ചെയ്തതിന് ശേഷമാണ് ആ കമ്പി അതിനകത്തേക്ക് കടത്തി വിട്ട് നമ്മൾ ആ ഒരു പോണ്ട് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ ഷേപ്പ് ഇത് ഏകദേശം ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി സൈഡുകളൊക്കെ ക്ലിയർ ആയിട്ട് ഒരു വോൾ പോലെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോൺസ് ഉപയോഗിച്ച് സൈഡുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഇത് താൽക്കാലികമായിട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. നമ്മൾ ഈ ഒരു സിമൻറ്റ് സെറ്റായതിനു ശേഷം ഈ കല്ലുകളൊക്കെ മാറ്റി നമ്മുടെ ഡെക്കറേഷൻ ഐഡിയ അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഒരു ഹോൾ പോലും ഇല്ലാത്തൊരു കവറാണ് ഇതിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ സിമൻറ്റ് മിക്സ് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ഷേപ്പ് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഇതിനകത്തുള്ള വെള്ളം തങ്ങി നിൽക്കുന്ന വെള്ളമെല്ലാം പുറത്തേക്ക് പോയി ഇത് നന്നായിട്ട് ഹാർഡാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഹോൾസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ ചെറിയ ഹോളുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ വെള്ളമെല്ലാം പുറത്തേക്ക് പോയി നമ്മുടെ സിമൻറ്റ് വളരെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അതിനുശേഷത്തെ മൂന്നാമത്തെ ലെയർ ഞാനത് മലയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് പാറപ്പൊടി അല്ലെങ്കിൽ മണൽ ഉപയോഗിച്ച് സിമൻറ്റുമായിട്ട് മിക്സ് ചെയ്ത് വെള്ളം പോലെ എടുത്തതിന് ശേഷം ബ്രഷ് ചെയ്തു. ഇനി നമ്മുടെ ഈ ഒരു പുഴയുടെ ഭാഗമൊക്കെ ക്ലിയറായിട്ട് സിമൻറ്റ് ഉപയോഗിച്ച് മിനുസമാക്കി എടുക്കണം. എന്നാലായിരിക്കും കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആ ഒരു വെള്ളം ഒഴുകി വരുന്നത്. ഇനി നമുക്കൊരു വീട് കൂടെ സെറ്റ് ചെയ്യണം. ഞാനത് ഇപ്പോൾ ഇവിടെ കിടന്നൊരു തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. എന്തിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഉള്ള പാർട്സ് വെച്ച് നമുക്കിവിടെ അനുയോജ്യമാകുന്ന രീതിയിൽ നമുക്കൊരു വീട് പോലെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന വീട് പോലെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആ ഒരു പഴയ കൂരയുടെ സൈഡിലായിട്ട് നിൽക്കുന്ന രീതിക്കാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആ ഒരു തെർമോക്കോളിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണുമ്പോൾ ഐഡിയ ക്ലിയർ ആക്കും. നമ്മുടെ ആ ഒരു തെർമോക്കോളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റെപ്പ് ഏരിയ ആയിട്ടും സെൻറ്ററിൽ ഒരു ഡോറ് പോലെയും റൈറ്റ് സൈഡിൽ ഒരു വിൻഡോയുമാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസിലൊരു സർക്കിൾ ഏരിയ ഉണ്ട്. ആ സർക്കിൾ ഏരിയ നമുക്കൊരു കമാനമായിട്ടും ഇതിൽ ചെയ്തെടുക്കാം. നമ്മുടെ പുൽക്കൂട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൊരു അടുത്ത ദിവസമാണ്. നമ്മുടെ കുളത്തിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്കത് ആ ഒരു പ്ലാസ്റ്റിക് ഇനി കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ സ്റ്റോൺസ് എല്ലായിടത്തും മാറ്റിയിട്ടുണ്ട്. നമ്മൾ ചെയ്ത ആ തെർമോക്കോളിൻ്റെ ഹൗസിൻ്റെ ഡിസൈൻസൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻസൈഡിലൊരു സ്റ്റെപ്പൊക്കെ ആഡ് ചെയ്തു. ഇതിൻ്റെ ഈ ഒരു കല്ലുകെട്ടിൻ്റെ ഡിസൈൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മുട്ടപ്പിന്നെ പഠിപ്പിച്ചാണ് ഉപയോഗിച്ചത്. നമുക്ക് അയണർ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തെർമോക്കോൾ കട്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഇപ്പോഴുണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ആ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീട് തെർമോക്കോളിൽ ചെയ്യുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഏകദേശം ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് മാത്രമാണ് ഇത്രത്തോളം വർക്ക് ചെയ്തിട്ടുള്ളത്, ബാക്ക് സൈഡൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിതിനൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തൊരു ഗ്രേ ഷെയ്ഡ് ആക്കിയതിന് ശേഷം ആദ്യം ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ബ്ലാക്ക് മാത്രം സ്പോഞ്ച് ഉപയോഗിച്ച് പഫ് ചെയ്ത് ഈ ഒരു കളറിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം വേണമെങ്കിൽ ഒരു ലെയർ കൂടെ ആഡ് ചെയ്യാം.
ഞാൻ ആദ്യം ചെയ്ത പെയിൻറ്റിങ് അത്രത്തോളം അട്രാക്ഷണലായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് അത് ഉണങ്ങിയതിന് ശേഷം വൈറ്റ് ഉപയോഗിച്ച് ഒന്നുകൂടെ പഫ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ കുറച്ചുകൂടെ തന്നെ ക്ലിയറായിട്ട് ആ ഒരു ബ്രിക്കിൻ്റെയൊക്കെ ഷേപ്പും ആ ഗ്രൂ ഒക്കെ ബ്ലാക്കായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡ് മാത്രമാണ് നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ളത്, ബാക്ക് സൈഡിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ സ്റ്റോൺ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ആ ഒരു കുളത്തിൻ്റെ ഷേപ്പൊക്കെ കൃത്യമായിട്ട് സിമെൻറ്റ് ഉപയോഗിച്ച് സൈഡ്സൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോൺസൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയിട്ടുണ്ട്, ഒന്നും തന്നെ ഒട്ടിച്ചിട്ടില്ല. അതുപോലെ കുളത്തിലെ വെള്ളം ലീക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കവർ അതിനകത്ത് വച്ചതിന് ശേഷമാണ് സിമെൻറ്റ് ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ഹില്ലിൻ്റെ പെയിൻറ്റിങ്ങാണ് സ്റ്റാർട്ട് ചെയ്തത്. ഗ്രീനും വൈറ്റും ഉപയോഗിച്ചാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്തത്. ഏറ്റവും മുകളിലേക്ക് മഞ്ഞ് വീഴ്ച വരുന്ന രീതിക്കും താഴേക്ക് എത്തുമ്പോൾ നന്നായിട്ടൊരു ഫോറസ്റ്റിൻ്റെ അല്ലെങ്കിൽ പച്ചപ്പിൻ്റെ ഒരു രീതിയിലുമാണ് ചെയ്തിട്ടുള്ളത്. ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുന്നതോടും ആ ഒരു മഞ്ഞ് വീഴ്ചയുടെ അളവും കുറച്ച് കിട്ടുന്ന രീതിക്കുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു പുഴയുടെ പെയിൻറ്റിംഗ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റോൺ വർക്കിലേക്ക് പോകാം. നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത് നോക്കിയ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സ്റ്റോൺസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സിമെൻറ്റ് ആ ഒരു നന്നായിട്ട് കലക്കി ഗ്രൗട്ടാക്കിയതിന് ശേഷം അവിടെ അപ്ലൈ ചെയ്ത് സ്റ്റോൺസിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തെടുത്ത് വെച്ചു. അതുപോലെ തന്നെ ഫ്രണ്ടിലും സൈഡിലും ഈ ഒരു സ്റ്റോൺസിനെ കൃത്യമായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കുളത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു സ്റ്റോൺ ഏരിയ ആയിട്ടും റൈറ്റ് സൈഡ് ഒരു ലാൻഡ് ഏരിയയുമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുളത്തിൻ്റെ സ്റ്റോൺ വർക്ക് ഏകദേശം ഫിനിഷായി. നമ്മളിത് ഇപ്പോൾ കുറച്ച് ഗ്രാവലൊക്കെ വാരി ഇവിടെ നമ്മളിത് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കവിടെ വഴിയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മുടെ കുളത്തിലും അതുപോലെ തന്നെ സ്റ്റോൺസിലും നമുക്ക് ക്ലിയറർ അടിക്കണം. അത് നമുക്ക് കുറച്ചുകൂടെ കാണുന്ന ഭംഗി ഉണ്ടാകും. വഴി സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ തെർമോക്കോളിലുണ്ടാക്കിയ ആ ഒരു വീട് അതുപോലെ തന്നെ നമ്മുടെ പഴയ വീട് അവിടെ സെറ്റ് ചെയ്തു. അതിനുശേഷമാണ് സ്റ്റോൺ ഉപയോഗിച്ച് വഴി അറേഞ്ച് ചെയ്തത്. ഇനി നമുക്ക് ആ ഒരു വഴിയുടെ ഭാഗത്ത് കൃത്യമായിട്ട് മണലോ അല്ലെങ്കിൽ പാറപ്പൊടിയോ ഇട്ട് അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം. വഴിയുടെ ഭാഗത്തെല്ലാം കൃത്യമായിട്ട് പാറപ്പൊടി ഇട്ടതിന് ശേഷം ഞാനിത് ഇപ്പോൾ ക്ലിയർ ഉപയോഗിച്ച് കുളത്തിനകത്തും അതുപോലെ തന്നെ നമ്മുടെ കല്ലുകളെല്ലാം ക്ലിയർ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കല്ലുകളൊക്കെ കാണാൻ കുറച്ചുകൂടി അട്രാക്ഷൻ ഉണ്ട്. പഴയ രീതിയിനെക്കാട്ടിലും ഈ ഒരു ക്ലിയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തിളങ്ങുന്നതായിട്ട് നമ്മളെ കല്ലുകളെ കിട്ടും. ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പുൽക്കൂട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗ്ലോ ആവാൻ തുടങ്ങി. ഇപ്പോഴവിടെ ഉപയോഗിച്ചിരുന്നൊരു വാം ലൈറ്റ് കാരണമാണ് ഇത്ര ഒരു ഗ്ലോ എഫക്റ്റ് കിട്ടുന്നത്. നമുക്കിനി ഇത് ഡ്രൈ ആയതിനു ശേഷം ബാക്കി ഡെക്കറേഷൻസ് ചെയ്യാം. നമ്മൾ ക്ലിയർ ചെയ്തതിൻ്റെ അടുത്ത ദിവസമാണ്. നമ്മൾ ചെയ്ത ക്ലിയറൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും നന്നായിട്ട് തന്നെ ഗ്ലോ ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ട്രീ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ട്രീ ഡെക്കറേറ്റ് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു പുൽക്കൂടിലേക്ക് വെള്ളം വരുന്ന സെറ്റപ്പ് ചെയ്യാം. അതിന് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ടർ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഇപ്പോൾ ഒരു 2 ലിറ്ററിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫിഷ് ടാങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു എയറേറ്റർ ട്യൂബ്. ഈ ട്യൂബ് നമ്മുടെ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തായിട്ട് കൃത്യമായിട്ടൊരു ഹോൾ ചെയ്ത് അതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്യൂബിൻ്റെ എൻഡിലായിട്ട് ഒരു വാൽവും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ട്യൂബിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്ത് വാൽവിൻ്റെ അടുത്ത എൻഡിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രം വെള്ളം വരുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാൽവ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ബോട്ടിൽ വയ്ക്കുന്നത് നമ്മുടെ ഈ ഒരു സെൻസൈഡിൻ്റെ ഭാഗത്താണ്. ഇത്രയും ഉയരത്തിൽ വയ്ക്കുമ്പോഴത്തേക്കും ഫ്ലോയും കൂടുതലായിരിക്കും. ഇനി നമുക്കിതിനൊന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ ബോട്ടിലത്തെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ട്യൂബിൻ്റെ ഭാഗങ്ങളൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ മരത്തിൽ കെട്ടിയും വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ട്യൂബിൻ്റെ ഇനിയെടുത്ത് ആ ഒരു വെള്ളം ഫ്ലോ ആകുന്ന സ്ഥലത്ത് ഒട്ടിക്കേണ്ടതുണ്ട്. ഒട്ടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പൗഡർ കിട്ടി. അതിനെ മിക്സ് ചെയ്ത് നമ്മുടെ ആ ഒരു ട്യൂബിനെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ഫ്ലോ ഒന്ന് ചെക്ക് ചെയ്യാം. വാൽവ് ഓപ്പൺ ചെയ്യുന്നത് കൂടുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ ഫ്ലോ കൂടുതലായിട്ടും ഓപ്പൺ ചെയ്യുന്നത് കുറയ്ക്കുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ ഫ്ലോ കുറഞ്ഞും വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻസൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രൂപങ്ങളൊക്കെ പുൽക്കൂടിനകത്തേക്ക് വയ്ക്കാം. അതിൻ്റെ യോസേപ്പ് പിതാവിനാണ് വയ്ക്കുന്നത്. ഇനി മറ്റു രൂപങ്ങളെല്ലാം നമുക്കങ്ങ് എടുത്ത് വയ്ക്കാം. നമുക്കുള്ള ആ ഒരു ചെറിയ സ്പേസിൽ നമ്മുടെ ആ രൂപങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ചെറിയ രൂപങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റ് വ്യൂ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിലേക്കൊരു സിംഗിൾ ലൈറ്റാണ് ആദ്യം ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലൈറ്റ് നമ്മുടെ പുൽക്കൂടിലൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് ലൈറ്റ് വ്യൂ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ എക്സ്ട്രാ ലൈറ്റ് കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ ആ ഒരു സിംഗിൾ ലൈറ്റ് മാത്രം ഇട്ടപ്പോഴത്തേക്കും പുൽക്കൂടിനകത്തേക്ക് വളരെ വെട്ടം കുറവാണ്. നമുക്കിപ്പോൾ ഒരു വാം ലൈറ്റ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. വാമിൻ്റെ ഒരു ചെറിയ സീരിയൽ സെറ്റാണ്. അത് പുൽക്കൂടിനകത്ത് മാത്രം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ഒരു പുൽക്കൂടിൽ ഒരു വാം ലൈറ്റ് കൂടെ ആഡ് ചെയ്തപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോയി നോക്കാം.
നമുക്കാദ്യം വെള്ളച്ചാട്ടത്തിൽ തന്നെ തുടങ്ങി വരാം. വെള്ളച്ചാട്ടത്തിലെ ഫ്ലോ വളരെ കുറച്ചാണ് വച്ചിട്ടുള്ളത്, എന്നാലും അത്യാവശ്യം ഫ്ലോ കാണുന്നുണ്ട്. ആ ഒരു പോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ബൾബ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗിഫ്റ്റൊക്കെ നമ്മൾ ആ ഒരു സ്റ്റോൺസിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം വഴിയിലേക്ക് പോവുകയാണെങ്കിൽ വഴിയിൽ കൂടെ നമ്മുടെ രാജാവൊക്കെ പോവുകയാണ്. അതിനുശേഷം ബിൽഡിങ്ങിനകത്തേക്ക് അതൊരു ആട്ടിടയൻ്റെ വീടായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു പശുവിനെയും അതിനകത്ത് വിൻഡോയുടെ സൈഡിലൊക്കെ അടുത്ത പശുവിനെയും കാണാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ട്രീയിലേക്ക് വരികയാണെങ്കിൽ ട്രീയിൽ നമ്മൾ കുറച്ച് ഡെക്കറേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൂഫ് നോക്കുകയാണെങ്കിൽ റൂഫ് നമ്മൾ പഴയ ചെയ്ത് വെച്ച റൂഫാണ്. അവിടെ നമ്മളിത് ബൾബ്സൊക്കെ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉണ്ണീഷനെ വയ്ക്കേണ്ടത് 24-ാം തീയതിയാണ്. ഞാൻ പുൽക്കൂടിൻ്റെ വ്യൂവിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഉണ്ണീഷനെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ഡെക്കറേഷൻസിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമുക്കത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. പുൽക്കൂടിൽ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമോ എന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു പുൽക്കൂട് എന്ന് പറയുമ്പോൾ പുല്ല് അവിടെ വേണമെന്ന്. അങ്ങനത്തെ കുറച്ച് പുല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്രിസ്മസ് സമയത്ത് നമ്മുടെ ഇവിടെയൊക്കെ പൊടിച്ച് വരുന്നൊരു പുല്ലാണ്, ക്രിസ്മസ് പുല്ലെന്നൊക്കെ പറയും. തണുപ്പുള്ള സമയത്തൊക്കെ ഇത് പൊടിച്ച് വരാറുണ്ട്. ഈ ഒരു പുല്ലിനെ നമ്മുടെ ആ ഒരു പഴയ ആ ഒരു കൂരിയിൽ മുകൾ ഭാഗത്ത് സെറ്റ് ചെയ്യാം. അങ്ങനത്തെ നമ്മുടെ പുൽക്കൂടിലത്തെ പുല്ലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നൈറ്റ് വ്യൂ എന്താകുമെന്നുള്ളത് നമുക്ക് നൈറ്റ് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ സീരിയൽ സെറ്റ് വെച്ചതിന് ശേഷം എന്താണ് അതിൻ്റെ വ്യൂ എന്നുള്ളത് നമ്മൾ നോക്കിയില്ല, അതുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കൂരയിൽ പുല്ല് മേഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ലുക്ക് ഒരുപാട് തന്നെ മാറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത് പോയി നോക്കാം. നമ്മുടെ ഈ ഒരു ചെറിയൊരു ക്രിപ്പ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.